യേശു ഇവരെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനം ആശംസിക്കുന്നു. ഇന്ന് ആക്ച്വലി ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ, നല്ലൊരു ദിവസം. കാലത്ത് എണീറ്റു, കർത്താവിന് നന്ദി പറഞ്ഞു, വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവ്വം സംബന്ധിക്കാൻ സാധിച്ചു, വിശുദ്ധ കുർബാന സ്വീകരിച്ചു, കുറേ ജോലികളൊക്കെ ഓടി നടന്ന് ഒതുക്കി, വീണ്ടും എല്ലാ ഫ്രൈഡേയും നടക്കുന്ന ഒരു ചെറിയ ധ്യാനത്തിൽ പങ്കെടുത്തു. അതിന് വൈകുന്നേരം വന്ന് വീണ്ടും യൂട്യൂബിലേക്കുള്ള ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് കുറേ വചനമൊക്കെ വായിച്ചു, ധ്യാനിച്ചു. ഇതൊക്കെ ചെയ്യുമ്പോഴും അച്ഛൻ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ പേപ്പർ എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. അച്ഛൻ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എത്രയൊക്കെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാലും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പരാജയമായിരിക്കും. അപ്പോൾ ചോദ്യപേപ്പർ ആദ്യമേ തന്നിട്ടുണ്ട്. ചോദ്യപേപ്പർ ഔട്ടായ പരീക്ഷയ്ക്ക് തോൽക്കുക എന്നത് ഭയാനകം. അപ്പോൾ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 31-ാം വാക്യം മുതൽ അവസാന വിധി. അതിനകത്ത് തന്നെ 34-ാം വാക്യം മുതൽ ഞാൻ വായിക്കാം. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളിച്ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ, അതായത് സ്വർഗരാജ്യം. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങളെൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ തന്നതും എപ്പോൾ? ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്ത് തന്നത്. അനന്തരം അവൻ തൻ്റെ ഇടത്ത് വശത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരാണ് നിങ്ങൾ, എന്നിൽ നിന്ന് അകന്ന പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, രോഗാവസ്ഥയിലും കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവൻ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗൃഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏറ്റവും എളിയവരിൽ ഒരുവന്
നിങ്ങളിത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. അവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഈ വചനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ സ്വർഗമുണ്ട്, നരകമുണ്ട്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നവർ എങ്ങനെയുള്ളവരാണെന്ന് കർത്താവ് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. രോഗികളെ സന്ദർശിക്കുന്നവൻ, കാരാഗൃഹം സന്ദർശിക്കുന്നവൻ, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്നവൻ. അപ്പോൾ ഈ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാണ്. നമുക്ക് ബൈബിളൊക്കെ ഒത്തിരി ഇരുന്ന് വായിക്കാം, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. പക്ഷേ ഈ പ്രവൃത്തികളിൽ നമ്മൾ പുറകോട്ട് പോയാൽ നമ്മൾ പരാജിതരാകും. അപ്പോൾ വചനം വായിച്ച് ധ്യാനിച്ച് പരിശുദ്ധാരൂപിയാൽ നിറഞ്ഞ് പരിശുദ്ധാരൂപിയാൽ നയിക്കപ്പെട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറി മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായി മാറിയില്ലെങ്കിൽ നമ്മുടെ എല്ലാ വിശ്വാസവും നമ്മുടെ എല്ലാ പ്രയത്നവും വ്യർത്ഥമായി മാറുമെന്ന് കർത്താവ് അസന്നിഗ്ധമായി മുൻകൂറായി ഓരോ ക്രിസ്തു അനുയായികളോടും പറയുന്നു. അപ്പോൾ ഇതിനർത്ഥം വചനം വായിക്കുക അങ്ങനെയൊന്നുമല്ല. പ്രാർത്ഥിക്കണം, ധ്യാനിക്കണം, വചനം വായിക്കണം, പക്ഷെ അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും കർത്താവ് പറഞ്ഞ ഈ വക സൽപ്രവൃത്തികൾ ഒരു നല്ല സമരിയക്കാരനെ പോലെ ചെയ്യുകയും വേണം. ഈ ഒരു തുറവിയിലേക്ക്, ഈ ഒരു പ്രവർത്തനാനിരതമായ പ്രാർത്ഥനയോടൊപ്പം പ്രവർത്തനാനിരതമായ ജീവിതത്തിലേക്ക് കർത്താവ് നമ്മളെ കൈപിടിച്ചുയർത്തട്ടെ. ഇതിനു വേണ്ട കൃപ സർവേശ്വരൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്.